ഈമാനോടെ വിശ്വാസത്തോടെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് റമദാനിൽ എഴുന്നേറ്റ് നമസ്കരിച്ചാൽ അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടും. ഈ നീയത്തോടെയാണോ നമ്മൾ തറാവീഹിന് വരാറുള്ളത്? ഈ നീയത്ത് നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? എന്റെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കാനുള്ള നമസ്കാരമാണ്. ഒരു മനുഷ്യൻ ജമാഅത്തായി ഇമാമിന്റെ കൂടെ അത് നമസ്കരിച്ച് പൂർത്തിയാക്കിയാൽ ഇമാമിന്റെ കൂടെ അവൻ രാത്രി നമസ്കാരം നിർവഹിച്ചു. ഇമാം പിരിഞ്ഞു പോകുന്നത് വരെ, ഇമാം എത്ര റക്അത്താണോ നമസ്കരിച്ചത് അതുവരെ നമ്മൾ ഇടയിൽ വെച്ച് നിർത്തിപ്പോകണ്ട. ഇടയിൽ വീട്ടിൽ പോയിട്ട് ബാക്കി പകുതി അവിടെ നിസ്കരിക്കാൻ തീരുമാനിക്കണ്ട. എത്രയാണോ കിട്ടുന്നത് അത് മുഴുവൻ ഇമാമിന്റെ കൂടെ മുഴുവനായി പൂർത്തീകരിച്ചാൽ ആ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും. ഒരു രാത്രി മുഴുവൻ സമയം നമസ്കരിച്ചവന്റെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് പരിശോധിക്കണം. സഹാബത്തിന്റെ കാലത്ത്, നബി തങ്ങളുടെ കാലത്ത് അവരൊക്കെ തറാവീഹിന് ഓതിയ സൂറത്ത് മനസ്സിലാക്കിയാൽ മതി. അവർ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അൽഹാകുമുത് തകാസുർ അലം തറ കൈഫ 4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഓതിയ നമസ്കാരമല്ല. ഹദീസിൽ കാണാൻ നബി തങ്ങൾ രോഗം ബാധിച്ച് പ്രയാസപ്പെട്ട രാത്രി നമസ്കരിക്കുമ്പോൾ പോലും അൽ ബഖറ ഓതിയിരുന്നു, ആലു ഇംറാൻ ഓതിയിരുന്നു, നിസാ, മാഇദ തുടങ്ങിയ അധ്യായങ്ങൾ ഓതാറുണ്ടായിരുന്നു. ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും ഏറ്റവും ചുരുങ്ങിയത് യാ അയ്യുഹൽ മുസമ്മിൽ എന്ന 20ഓളം വരുന്ന ആയത്തുള്ള അധ്യായമെങ്കിലും ഓതാറുണ്ട്. സുദീർഘമായ ഖുർആൻ ഓത്താണ് ഈ നമസ്കാരത്തിന്റെ സവിശേഷത. ഞാൻ 50 നമസ്കരിച്ചു, ഞാൻ 40 നിസ്കരിച്ചു, ഞാൻ 25 നിസ്കരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനമാണ് ഞാൻ നമസ്കരിച്ച റക്അത്തിൽ എത്ര ആയത്തുണ്ടായിരുന്നു, എത്ര സൂറത്തുണ്ടായിരുന്നു. അവിടേക്ക് ചിന്തിക്കാൻ ഈ റമദാനിന്റെ രാത്രി നമസ്കാരം ശരിക്കും ഉപയോഗപ്പെടുത്താൻ മുന്നോട്ട് വരണമെന്നാ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, പ്രാർത്ഥനയുടെ വിഷയത്തിൽ നല്ല ഗൗരവത്തോടെ നമ്മൾ കാണണം. നമ്മുടെ വിഷമങ്ങൾ നീറുന്ന 100 കണക്കിന് ബുദ്ധിമുട്ടുകൾ, എത്രയോ ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് പറയുന്ന മെസ്സേജുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാൻ നല്ല അവസരമുണ്ട് എന്ന് പറയാനുള്ള കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് കൊണ്ട് പറഞ്ഞല്ലോ, ഖുൽ മാ യഅബഗു ബികും റബ്ബി ലൗലാ ദുആഉകും. നിങ്ങളുടെ റബ്ബ് പ്രാർത്ഥനയില്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കുകയില്ല. പ്രാർത്ഥിക്കാത്ത ആളുടെ മനസ്സെന്താ? അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങൾ എത്ര ചെറുതാണെങ്കിലും എത്ര കാര്യമാണെങ്കിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവനെ അള്ളാഹ് പരിഗണിക്കൂല. നോമ്പുകാരനാണോ, അവന്റെ നോമ്പിനുടനീളം അവന് ഉത്തരമുണ്ട് പ്രാർത്ഥനക്ക്. നോമ്പ് തുറക്കുന്ന സമയത്ത് അവന്റെ നോമ്പുകാരന് പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കാണാം വിശുദ്ധ ഖുർആൻ നോമ്പിന്റെയും റമദാനിന്റെയും ആയത്ത് പറയുന്നതിന്റെ ഇടയിലാണ് വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാൻ. എന്റെ അടിമ എന്നെ പറ്റി ചോദിച്ചാൽ പറയണം ഞാൻ സമീപസ്ഥനാണ്. ഉജീബു, ഞാൻ ഉത്തരം നൽകും. ആദ്യം പറഞ്ഞത് ഞാൻ ഉത്തരം നൽകും, അതാണ് പ്രാധാന്യം. പിന്നെ ബാക്കി ദഅവതദ്ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക്. സാധാരണ നമ്മൾ എന്താ പറയാ, നീ അങ്ങനെ ചെയ്താൽ ഞാൻ ഇങ്ങനെ തരാം എന്ന് അള്ളാഹ് പറഞ്ഞു നോക്കി. നിങ്ങൾ ഞാൻ ഉത്തരം നൽകാം. ദഅവതദ്ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് അത്രയും ശക്തിയുണ്ട്, ഉറപ്പാണ്. അള്ളാഹു പ്രാർത്ഥനക്ക് ഉത്തരം നൽകും. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഒരിക്കലും ഇടയാളന്മാര് വേണ്ട, മധ്യവർത്തി വേണ്ട, മറ്റൊരാളെയും പങ്കു ചേർക്കേണ്ട. പടച്ചോനെ റബ്ബേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. പ്രയാസം വരുമ്പോഴും ആപത്ത് വരുമ്പോഴും മാത്രം അള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ പോരാ. 2 ഘട്ടങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നവരാകണം നമ്മൾ. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥനയിൽ ആവശ്യക്കാരാണ്. എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ്. പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമസ്കരിക്കുന്നവരെ, നമസ്കാരം കഴിയുന്നതിന്റെ ഇടക്ക് നിനക്ക് പ്രാർത്ഥനക്ക് ഉത്തരമുള്ള സമയമുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ മാത്രല്ല, നിസ്കാരത്തിന്റെ ഉള്ളിൽ, നിസ്കാരത്തിനകത്ത് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന 3 സ്ഥലങ്ങളുണ്ട്. നമ്മളൊക്കെ സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി സുന്നത്ത് നമസ്കാരങ്ങൾ എണ്ണം കൂട്ടണം. ഓരോ സുന്നത്ത് നമസ്കാരങ്ങളിലും അധികം പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അത് ഏതൊക്കെയാ? 1, സുജൂദ്. സുജൂദിൽ കിടന്ന് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത സമയമാണ് സുജൂദ്. നന്നായി പ്രാർത്ഥിക്കാൻ ഹദീസ് പറഞ്ഞതാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ എന്ന് 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹുമ്മ റബ്ബി ഗഫിർലി വലിവാലിദയ്യ, അല്ലാഹുമ്മ തവഫനി മുസ്ലിമാ എന്ന അറബിയിലുള്ള പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സുജൂദിൽ ഒരു പ്രാർത്ഥന പറഞ്ഞാൽ ഒരു തറാവീഹ് കഴിയുമ്പോഴത്തേക്ക് എത്ര പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്നു? സുജൂദിന്റെ ഇടയിലുള്ള പ്രാർത്ഥനകൾ ഉപയോഗപ്പെടുത്തുക. സുജൂദ്. രണ്ടാമത്തെ സമയം ബൈന സജ്ദതൈൻ, 2 സുജൂദിന്റെ ഇടയിൽ ഇരുന്നിട്ട് അല്ലാഹുമ്മ ഗഫിർലി വർഹംനി പറയുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞൊരു സമയം കിട്ടുകയാണെങ്കിൽ ഒരു പ്രാർത്ഥനയെങ്കിലും പ്രാർത്ഥിച്ചോ, ഉത്തരം കിട്ടുന്ന സമയമാണ്. 3, ബഅദ തശഹുദിൽ അഖീരി വഖബല സലാം, അവസാനത്തെ തഹിയാത്തിൽ സലാം വീട്ടുന്നതിന്റെ മുമ്പ് സമയം കിട്ടിയാൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചോ, ഉത്തരം കിട്ടുന്ന സമയമാണ്. നമുക്ക് തിരക്ക് നിസ്കാരത്തിലാണ്, അത് കഴിഞ്ഞ് നമുക്കൊരു തിരക്കില്ല.
എങ്കിൽ നമസ്കാരം പരമാവധി സമയമെടുത്ത് ആസ്വദിച്ച് പ്രാർത്ഥനകളോടെ ചെയ്യാൻ ശ്രമിച്ചോ, ഉത്തരമുണ്ടെന്നാ പഠിപ്പിച്ചത്. മൂന്നാമത്തെ കാര്യം ഞാൻ ശ്രദ്ധയോടെ ഉറപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ഇൽമിന്റെ കാര്യത്തിലാണ്. നമ്മൾക്കൊക്കെ എത്ര ഇൽമുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയാൽ മതി. നമസ്കാരത്തെ കുറിച്ച് എത്ര അറിവ് നമുക്കുണ്ട്, നോമ്പിനെ കുറിച്ച് എത്ര അറിവ് നമുക്കുണ്ട്. നമ്മുടെ അറിവിനെ കുറിച്ച് ചിന്തിക്കുകയും കൂടുതൽ അറിവ് കിട്ടാൻ പഠിക്കാൻ പറ്റുന്ന വേദി ഈ റമദാനിൽ നന്നായി ഉപയോഗപ്പെടുത്തുക. താലൂത്ത് എന്ന് പറയുന്ന രാജാവിനെ ബനൂ ഇസ്രായേലുകാർക്ക് നിശ്ചയിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, താലൂത്ത് എന്ന രാജാവിന്റെ പ്രത്യേകത വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്ം, ശരീരം കൊണ്ടും ഇൽമു കൊണ്ടും വിശാലതയുള്ള രാജാവാണ്. നമ്മളിപ്പോ പൈസ കൊണ്ട് വിശാലത ഉണ്ടാവും, ശരീരം കൊണ്ടുണ്ടാവും ചിലപ്പോൾ. നമ്മൾ ശരീരം കൊണ്ടും ഇൽമു കൊണ്ടും വിശാലമാണ് ആ രാജാവിന്റെ കഴിവ്. നമ്മുടെ അറിവ് നമ്മൾ പരിശോധിക്കണം. ഫളിലുൽ ആലിമി അലൽ ആബിദ്, ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നവനേക്കാൾ ശ്രേഷ്ഠത ഒരുപാട് ഇൽമു നേടുന്ന വ്യക്തിക്കുണ്ട്. ഇതുപോലെ ആകാശത്ത് ഒരുപാട് നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കെ ചന്ദ്രൻ ഒരു പ്രത്യേകതയുള്ള പോലെ ആബിദിനേക്കാൾ പ്രത്യേകത അറിവ് തേടുന്ന ആളുകൾക്കുണ്ട്. ദൗർഭാഗ്യവശാൽ നമ്മുടെ പല പള്ളികളിലും ക്ലാസുകൾ നടക്കും. അസ് തുടങ്ങി എന്നറിഞ്ഞാൽ അപ്പോൾ എഴുന്നേറ്റ് പോകും, ഇരിക്കൂല. എന്നിട്ട് പുറത്ത് പോയിട്ട് എന്താ പണി? വേറെ എന്തെങ്കിലും പഠിക്കണോ? അല്ല, ഫോണിൽ കളിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കുന്ന വ്യക്തികൾ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ക്ലാസിനെ കുറിച്ച് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറുതെ നുണ പറഞ്ഞിരിക്കുക. ആ 10 മിനിറ്റ് ഇവിടെ വന്ന് ഇരുന്നാൽ എന്തെങ്കിലും ഒരു ഇൽമു കിട്ടൂലേ?